കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 1880 വരെ ഭരിച്ച ആയില്യം തിരുനാളിനെ വരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അടുത്തതായിട്ട് 1880 മുതൽ 1885 വരെ ഭരിച്ചിരുന്ന വിശാഖം തിരുനാൾ രാജാവിനെ കുറിച്ചാണ് പറയുന്നത്. പോലീസ് സേനയെ റീഓർഗനൈസ് ചെയ്തത് ഒരു തിരുവിതാംകൂർ രാജാവ് വിശാഖം തിരുനാളാണ്. അതുപോലെ തന്നെ കപ്പകൃഷി തുടങ്ങിയത് വിശാഖം തിരുനാളാണ്. ആദ്യമായിട്ട് 1881 കൊല്ലത്ത് വെച്ച് ആദ്യമായിട്ടൊരു കോട്ടൺ മില്ല് സ്റ്റാർട്ട് ചെയ്തതും വിശാഖം തിരുനാൾ രാജാവാണ്. വിശാഖം തിരുനാൾ രാജാവിൻ്റെ സമയത്താണ് തിരുവിതാംകൂറിൽ മുഴുവനായിട്ട് ഭൂമിയുടെ സർവേ നടത്തിയത്. ആദ്യമായിട്ട് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ഒരു സീറ്റ് കിട്ടിയ ഇന്ത്യയിലെ രാജകുമാരൻ വിശാഖം തിരുനാൾ രാജാവാണ്. ബോട്ടണിയിലും അതുപോലെ തന്നെ കൃഷിയിലുമൊക്കെ ഒരുപാട് താല്പര്യമുള്ള ഒരു രാജാവാണ് വിശാഖം തിരുനാൾ രാജാവ്. സ്റ്റേറ്റ്സ്മാൻ അതുപോലെ തന്നെ കൽക്കട്ട റിവ്യൂ ഇങ്ങനെ 2 ബുക്കുകളും എഴുതിയത് വിശാഖം തിരുനാൾ രാജാവാണ്. അതുപോലെ തന്നെ ദ ഹൊറേഴ്സ് ഓഫ് വാർ ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് പീസ് ഈ ബുക്കും ഒബ്സർവേഷൻസ് ഓൺ ഹയർ എഡ്യൂക്കേഷൻ ഈ 2 ബുക്കുകളും എഴുതിയത് വിശാഖം തിരുനാൾ രാജാവാണ്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ശ്രീമൂലം തിരുനാളിനെ കുറിച്ചാണ്. 1885 മുതൽ 1924 വരെ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ശ്രീമൂലം തിരുനാളാണ്. സംസ്കൃത കോളേജ്, ആയുർവേദ കോളേജ്, ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇത്രയും സ്റ്റാർട്ട് ചെയ്തത് ശ്രീമൂലം തിരുനാളാണ്. അതുപോലെ തന്നെ വിക്ടോറിയ ജൂബിലി ഹാൾ BJT ഹാൾ സ്ഥാപിച്ചതും ശ്രീമൂലം തിരുനാൾ രാജാവാണ്. തിരുവനന്തപുരത്ത് ദുർഗുണ പരിഹാര പാഠശാല, വനിതാ കോളേജ്, പുരാവസ്തു വകുപ്പ് എന്നിവ ആരംഭിച്ചത് ശ്രീമൂലം തിരുനാളാണ്. അതുപോലെ തന്നെ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ആൾക്കാർക്ക് പ്രൈമറി എഡ്യൂക്കേഷൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് തീരുമാനിച്ചതും ശ്രീമൂലം തിരുനാളാണ്. ഗവൺമെൻറ് സ്കൂളുകളിൽ പഠിക്കാനായിട്ട് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് പഠിക്കാനായിട്ട് അനുവാദം കൊടുത്തിരുന്നത് ശ്രീമൂലം തിരുനാളാണ്. മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയലൊക്കെ സബ്മിറ്റ് ചെയ്തത് ശ്രീമൂലം തിരുനാളിന് മുമ്പിലാണ്. അതുപോലെ തന്നെ ട്രാവൻകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്നുള്ളൊരു കൗൺസിൽ ഉണ്ടാക്കിയ സമയത്ത്, അത് ഫോം ചെയ്യുന്ന സമയത്ത് ട്രാവൻകൂറിൽ ഭരിച്ചിരുന്നത് ശ്രീമൂലം തിരുനാൾ രാജാവാണ്. 1888 ട്രാവൻകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനം ഉണ്ടാക്കുകയും അതിനെ ശ്രീമൂലം പോപ്പുലർ അസംബ്ലി എന്ന പേരിലേക്ക് മാറ്റുകയും ചെയ്തു. 1904 ശ്രീമൂലം പോപ്പുലർ അസംബ്ലി 88 മെമ്പേഴ്സും ആയിട്ട് പിന്നെ ഫോം ചെയ്തു. അതിൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സാധാരണ ആൾക്കാർക്കും അഡ്മിനിസ്ട്രേഷനിൽ അവരുടെ ഭരണത്തിൽ പങ്കുകൊള്ളാനായിട്ടുള്ള അനുവാദം കൊടുത്തിരുന്നു. ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യ യോഗം നടന്നത് വിക്ടോറിയ ജൂബിലി ഹാളിൽ വെച്ചിട്ടാണ്. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ഹരിജൻ അയ്യങ്കാളിയാണ്. അതുപോലെ തന്നെ ശ്രീമൂലം തിരുനാളാണ് ലൈഫ് ഇൻഷുറൻസ് സിസ്റ്റം കൊണ്ടുപോകുന്നത്. നമ്മൾ പറഞ്ഞു ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രീമൂലം തിരുനാൾ രാജാവ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുർഗുണ പരിഹാര പാഠശാല, വനിതാ കോളേജ്, പുരാവസ്തു വകുപ്പ് ഇതൊക്കെ തിരുവനന്തപുരത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി കൊണ്ടുവന്ന ആളാണ് ശ്രീമൂലം തിരുനാൾ രാജാവ്. അതുപോലെ തന്നെ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് പ്രൈമറി അവരുടെ ഉന്നമനത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ശ്രീമൂലം തിരുനാൾ രാജാവ് കൊണ്ടുവന്നിട്ടുണ്ട്. അവരുടെ പ്രൈമറി എഡ്യൂക്കേഷൻ, അവരെ ഗവൺമെൻറ് സ്കൂളുകളിൽ പഠിക്കാൻ അനുവദിക്കുക. അതുപോലെ തന്നെ ശ്രീമൂലം പ്രജാസഭ എന്നുള്ള ഒരു കൗൺസിലിൻ്റെ കാര്യത്തിലും വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം 1891 മലയാളി മെമ്മോറിയൽ കൊണ്ടുവരുന്നത്. 1896 ഈഴവ മെമ്മോറിയൽ കൊണ്ടുവരുന്നത്. ഈ സമയത്തൊക്കെ തിരുവിതാംകൂറിൻ്റെ രാജാവായിട്ടുണ്ടായിരുന്നത് ശ്രീമൂലം തിരുനാൾ രാജാവാണ്. അടുത്തതായിട്ട് തിരുവിതാംകൂറിൻ്റെ രാജാവായിട്ടുണ്ടായിരുന്നത് രാജ്ഞിയാണ് സേതുലക്ഷ്മി ഭായ്. 1924 മുതൽ 1931 വരെയാണ് അവരുടെ ഭരണകാലഘട്ടം. ദേവദാസി സിസ്റ്റം, അതുപോലെ തന്നെ മൃഗങ്ങളെ കുരുതി കൊടുക്കുന്നതൊക്കെ നിർത്തലാക്കിയത് സേതുലക്ഷ്മി ഭായിയുടെ കാലഘട്ടത്തിലാണ്. പോളിഗമി, മാട്രിയാർക്കി സിസ്റ്റം ഇതൊക്കെ തിരുവിതാംകൂറിൽ നിർത്തലാക്കിയതും സേതുലക്ഷ്മി ഭായിയാണ്.
പിന്നെ സേതുലക്ഷ്മി ഭായ് രാജ്ഞിയായിരുന്ന സമയത്ത് അവിടുത്തെ ദിവാനായിട്ടുണ്ടായിരുന്നത് M.E. വാട്സൺ ആണ്. 1925 ഗാന്ധിജി സേതുലക്ഷ്മി ഭായ് രാജ്ഞിയെ വിസിറ്റ് ചെയ്യുന്നത്. 1925 നായർ റെഗുലേഷൻ ആക്ട് എന്ന് പറഞ്ഞിട്ടൊരു നിയമം സേതുലക്ഷ്മി ഭായ് കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഈ ബ്രാഹ്മിൺസിനെയും നായർ കാസ്റ്റിനെയൊക്കെയാണ് ദിവാന്മാരായിട്ട് പണ്ട് അപ്പോയിൻ്റ് ചെയ്തിരുന്നത്. അങ്ങനെ ഒരു പഴയ നിയമം അല്ലെങ്കിൽ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം, ഓർത്തഡോക്സ് ആയിട്ടുള്ളൊരു ട്രഡീഷൻ ഒഴിവാക്കിയത് സേതുലക്ഷ്മി ഭായ് രാജ്ഞിയാണ്. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ 1931 മുതൽ 1949 വരെ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയായിരുന്നു. ഏറ്റവും അവസാനത്തെ റൂളർ, തിരുവിതാംകൂറിൻ്റെ രാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ളൊരു ദിവാനാണ് സർ CP രാമസ്വാമി അയ്യർ. തിരുവിതാംകൂറിൽ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് ഒഴിവാക്കിയത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. സർ CP രാമസ്വാമി അയ്യറിന് ശേഷം തിരുവിതാംകൂറിൻ്റെ ദിവാനായിട്ടുണ്ടായിരുന്നത് PGN ഉണ്ണിത്താനാണ്. അമേരിക്കൻ മോഡൽ എക്സിക്യൂട്ടീവ് തിരുവിതാംകൂറിൽ കൊണ്ടുവന്നത് സർ CP രാമസ്വാമി അയ്യറാണ്. അതുപോലെ തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള തിരുവിതാംകൂറിൻ്റെ അവരുടെ പ്രൊക്ലമേഷൻ കൊണ്ടുവന്നത് സർ CP രാമസ്വാമി അയ്യറാണ്. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്നുള്ള ഒരു സ്ലോഗൻ പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടിട്ടാണ്. 1946 പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്ലോഗനാണ് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്നുള്ളത്. അതായത് സർ CP രാമസ്വാമി അയ്യറിൻ്റെ ഇതിനൊക്കെ എതിരായിട്ട് ഉള്ള ഒരു സമരമായിരുന്നു പുന്നപ്ര വയലാർ സമരം. അതുപോലെ ഇനി അടുത്തത് ശ്രീ ചിത്തിര തിരുനാളിൻ്റെ കുറേ പുരോഗമനമായ കാര്യങ്ങളാണ്. അതായത് ട്രാവൻകൂർ റബ്ബർ വർക്ക്സ് എന്ന് പറഞ്ഞ സ്ഥാപനം കൊണ്ടുവന്നത്, കുണ്ടറ ക്ലേ ഫാക്ടറി, FACT ഒക്കെ കൊണ്ടുവന്നത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് 1937. അതിൻ്റെ ഫസ്റ്റ് ചാൻസലർ, ട്രാവൻകൂർ യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് ചാൻസലർ ചിത്തിര തിരുനാളായിരുന്നു. ആ യൂണിവേഴ്സിറ്റിയാണ് പിൻകാലത്ത് യൂണിവേഴ്സിറ്റി ഓഫ് കേരള എന്ന പേരിൽ മാറ്റം ചെയ്യപ്പെട്ടത്. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ്, ശ്രീ ചിത്ര ആർട്ട് ഗാലറി ഇതൊക്കെ കൊണ്ടുവന്നത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. തിരുവിതാംകൂറിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിച്ച തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ആണ്. 1936 വധശിക്ഷ നിർത്തലാക്കിയ രാജാവും ശ്രീ ചിത്തിര തിരുനാളാണ്. സ്റ്റേറ്റ് സർവീസ്, നമ്മുടെ KSRTCയുടെ ആദ്യ ഫോമായ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് 1938 കൊണ്ടുവന്നത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. 1940 പള്ളിവാസൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ് കൊണ്ടുവന്നതും ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയായിരുന്നു. ഇത്രയൊക്കെയാണ് തിരുവിതാംകൂർ രാജാക്കന്മാരെ കുറിച്ചുള്ളത്. 3 വീഡിയോസിലായിട്ടാണ് നമ്മൾ തിരുവിതാംകൂർ രാജാക്കന്മാരെ പറഞ്ഞത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്. കാരണം നമ്മുടെ പുതിയ സിലബസിൽ ഈ ഒരു പോയിൻ്റ് അതുപോലെ പറഞ്ഞിട്ടുണ്ട്. അതായത് തിരുവിതാംകൂർ രാജാക്കന്മാർ 1949 വരെ മാർത്താണ്ഡവർമ്മ തൊട്ട് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ വരെ ഉള്ള രാജാക്കന്മാരുടെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്.